എത്ര ഇതിലൊരു 10-20 സെക്കൻഡ് അല്ലേ വരുള്ളൂ? 10-20 സെക്കൻഡ് അല്ലേ വരുള്ളൂ. പല വേദികളിലും അറിവിന്റെ പ്രവാഹം ഒരനുസരണയുള്ള ശ്രോതാവിനെ പോലെ പരിസരം മറന്ന് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലൂടെ ഒഴുകുന്ന പമ്പയും മണിമലയും അതുപോലെ തന്നെ അച്ചൻകോവിലാറും ചേർന്ന് ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത ഭൂപ്രകൃതിയും ഇവിടുത്തെ ജനജീവിതവും ഇവിടുത്തെ സാംസ്കാരിക ജീവിതവും എന്നും ജനങ്ങൾക്ക് ആവേശമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകൾ ഉണങ്ങാതെ അറിവിന്റെ അമൃതരസം പകർന്നുകൊണ്ട് നടത്തിയ ജീവിതയാത്ര ഇന്നിവിടെ നിശ്ചലമായത് ഒരു ഞെട്ടലോടെയാണ് ഞാനും കേട്ടുണർന്നത്. ഭാരതത്തിന്റെ ആ ആധ്യാത്മിക പൈതൃകത്തിന് ഒട്ടേറെ സംഭാവന നൽകാൻ പത്തനംതിട്ടയെ പ്രാപ്തമാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്കെപ്പോഴും അഭിമാനത്തോടെ സ്മരിക്കാൻ കഴിയുന്നതാണ്. അറിവിന്റെ ഭാരം പേറി നടക്കാതെ മനുഷ്യഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് തൊട്ട് വാത്സല്യം കൊണ്ട് ചേർത്ത് പിടിച്ചു നടത്തിയ യാത്രകൾ. മഹാഭാരതമുണ്ട്, അതുകൊണ്ട് രാമായണവും മഹാഭാരതവും എഴുതിയിരുന്നു. കണ്ണശന്റെ കൃതികളിൽ അതിൽ വരുന്ന മഹാഭാരതം ഇനിയും ഒരിക്കലും കാണില്ല കേൾക്കില്ല എന്നറിയുമ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങുന്നു. പ്രണാമം. ഇവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പൂർവികരായ എല്ലാവരെയും അതുപോലെ തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും സ്മരിക്കാൻ കൂടി നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം.